നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകും, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം പ്രവേശിച്ചു കൊടുക്കുക എന്ന് ഖുർആൻ വചനമുണ്ട്. ഖുർആൻ അള്ളാഹു നടക്കുന്ന പുരുഷന്മാരോട് നിങ്ങളുടെ കൃഷിയിടങ്ങൾ, പുരുഷന്മാരോടാണോ? നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു, അതിനാൽ ഇച്ഛിക്കും വിധം നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക. യുക്തിവാദികളുടെ വിമർശനവും യാഥാർത്ഥ്യവും. ഖുർആനിലെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അൽ-ബഖറ 223 എന്ന പരാമർശത്തെ ചിലർ സ്ത്രീവിരുദ്ധതയായി ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥവും സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക ജൈവിക യാഥാർത്ഥ്യങ്ങളും പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ ദർശനം എത്രമാത്രം പ്രകൃതിപരവും പക്വവുമാണെന്ന് ബോധ്യമാകും. 2. സ്ത്രീ പുരുഷ ജൈവിക വ്യത്യാസങ്ങളും കൃഷിയിടം എന്ന ഉപമയും. പുരുഷന്റെ ജൈവികമായ പരിമിതികളും ബലഹീനതയും. ലൈംഗിക കാര്യങ്ങളിൽ പുരുഷൻ ശാരീരികമായും ജൈവികമായും വലിയ തോതിൽ പരിമിതികളും ബലഹീനതകളും ഉള്ളവനാണ്. പുരുഷന്റെ ലൈംഗിക ശേഷി കർശനമായ സമയപരിധികളാലും ജൈവികമായ വിശ്രമവേളകളാലും റിഫ്രാക്ടറി പീരിയഡ് ബന്ധിപ്പിക്കപ്പെട്ട ഒന്നാണ്. അവന് സ്വന്തമായി ശാരീരികമായ ആഗ്രഹവും ശേഷിയുമില്ലെങ്കിൽ ലോകത്തുള്ള ഒരു സ്ത്രീയെയും ലൈംഗികമായി പരിഗണിക്കാൻ കഴിയില്ല. അതായത് പുരുഷന് ആഗ്രഹവും ഉത്തേജനവും ഉണ്ടെങ്കിൽ മാത്രമേ ലൈംഗിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. സ്ത്രീയുടെ ജൈവികമായ ഉയർന്ന ശേഷിയും പ്രോട്ടോകോളും. മറുവശത്ത് സ്ത്രീക്ക് പ്രകൃതിപരമായി ഉയർന്ന സഹനശക്തിയും തുടർച്ചയായുള്ള ശാരീരിക ബന്ധങ്ങളെ താങ്ങാനുള്ള സവിശേഷമായ കപ്പാസിറ്റിയുമുണ്ട്. ഒരു സ്ത്രീക്ക് സ്വന്തമായി പ്രത്യേക ആഗ്രഹമോ മുൻകൂട്ടിയുള്ള മാനസികാവസ്ഥയോ ഇല്ലെങ്കിലും ഭർത്താവിന് ആവശ്യവും ആഗ്രഹവും ഉണ്ടാകുന്ന പക്ഷം തന്റെ പങ്കാളിയെ ശാരീരികമായി തൃപ്തിപ്പെടുത്തി കൊടുക്കാനും ആ ബന്ധത്തെ ഏത് സമയത്തും പരിഗണിക്കാനും സ്ത്രീക്ക് ജൈവികമായി സാധിക്കും. ഉപമയുടെ പൊരുൾ: പുരുഷന്റെ ഈ ജൈവികമായ ബലഹീനതകളെയും സ്ത്രീയുടെ പ്രകൃതിപരമായ ഈ സവിശേഷ സ്വരചിഹ്നം ഏഷായികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര തൃപ്തിയോടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കൃഷിയിടം എന്ന ഉപമയിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. സ്ത്രീയെ അടിച്ചമർത്താനല്ല, മറിച്ച് സ്ത്രീയുടെ ജൈവികമായ ഈ ഔദാര്യത്തെയും ഉയർന്ന സഹനശേഷിയെയും മാനിക്കുകയും പുരുഷന്റെ പരിമിതികളെ ഉൾക്കൊള്ളുകയുമാണ് ഇസ്ലാം ചെയ്യുന്നത്. 3. സമ്പത്തും മക്കളും വലിയൊരു പരീക്ഷണം. സമ്പത്തും മക്കളും. മനുഷ്യനെ അള്ളാഹുവെ ഓർക്കുന്നതിൽ നിന്നും അശ്രദ്ധരാക്കി കളയരുത്. നിങ്ങളുടെ സമ്പത്തും മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാകുന്നു. ജീവിതകാലം മുഴുവൻ മക്കളെ മാത്രം നോക്കി പരാതികളോടെ ജീവിക്കാനുള്ളതല്ല മനുഷ്യജീവിതം. കൃഷിയും അതിന്റെ വരുമാനവും കുടുംബവും ഏറ്റവും നീതിപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മക്കൾ ഉള്ളവരോട് അള്ളാഹു ഈ യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചത് ഈ ഭാരങ്ങൾ അനന്തമായി ചുമന്ന് ജീവിതം പാഴാക്കിക്കളയരുത് എന്ന മുന്നറിയിപ്പ് കൂടിയാണ്. 4. മക്കളുടെ വളർച്ചയും സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നതും. ഉദാഹരണം: കൈവിടേണ്ടുന്ന പ്രായം. മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഏകദേശം 15 വയസ്സ് മുതൽ യഥാർത്ഥത്തിൽ വാപ്പയുടെ അമിതഭാരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണം. ഒരു കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ വാപ്പ പിന്നിൽ പിടിച്ച് കൂടെയങ്ങ് ഓടിയാൽ മാത്രം പോരാ. കുട്ടി സ്വന്തമായി ചവിട്ടാൻ തുടങ്ങുമ്പോൾ വാപ്പ ആ പിടിയൊന്ന് വിട്ടുകൊടുക്കണം. കൈവിട്ടാൽ മാത്രമേ കുട്ടി സ്വന്തമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കൂ. വാപ്പ ആ പിടി വിടാതിരുന്നാൽ കുട്ടി ഒരിക്കലും പഠിക്കില്ല. വാപ്പയ്ക്ക് ഓട്ടത്തിൽ നിന്ന് കിതച്ച് തളർന്നു വീഴുകയും ചെയ്യേണ്ടി വരും. വരുമാനത്തിന്റെ കൈമാറ്റം. നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിന്റേതാണ് എന്ന ഹദീസിന്റെ തത്വം ഇവിടെയാണ് പൂർണ്ണമാകുന്നത്. മക്കൾ വളർന്നു വരുമ്പോൾ കുടുംബത്തിന്റെ വരുമാനത്തിന്റെ ഭാരം അവരിലേക്ക് മാറണം. വാപ്പ എക്കാലവും അടിമപ്പണിക്ക് തുല്യമായ ചുമതലകൾ പേറുന്നതിന് പകരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഗാർഡിയന്റെയോ മാനേജറുടെയോ സ്ഥാനത്തേക്ക് ഒരു നിയന്ത്രകനായി മാറേണ്ടതുണ്ട്. 5. ഉപസംഹാരം ആൻഡ് അന്തിമ മുന്നറിയിപ്പ്. പ്രവാചക സുന്നത്തിലെ മാതൃക. പ്രവാചകന്റെ സുന്നത്തിൽ മറ്റൊന്നിനും തുല്യതപ്പെടുത്താൻ കഴിയാത്ത വിധം സവിശേഷമായ മോട്ടിവേഷനും കൗൺസിലിംഗും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യന്റെ മാനസികാവസ്ഥകളെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും അതിനേക്കാൾ മനോഹരമായി വേറെയാർക്കും അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അതിന് സമൂഹത്തിന് എന്ത് നൽകാനുണ്ട്? ഇവിടെയാണ് മാനവ വിരുദ്ധ ബന്ധം നമ്മുടെ തലക്കെട്ട് പ്രധാനമാകുന്നത്. ഇതുവഴി എന്താണ് കൊടുക്കാനുള്ളത്? കൊടുക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സിഫിലിസും മനോരോഗവും ആത്മഹത്യയും തകർച്ചയും മാത്രം. വേറെ എന്താ കൊടുക്കാനുള്ളത്? ജീവിത നിഷേധത്തിന്റെ തത്വശാസ്ത്രത്തിന് ലോകത്തിന് ആകെ ഒരു പഴയ ശാസ്ത്രത്തിന്റെ കോലം ഞാൻ ആദ്യം തന്നെ പൊളിച്ചു കഴിഞ്ഞു. ശാസ്ത്രം ഇതുകൊണ്ട് വളരുള്ളൂ. ശാസ്ത്രം വളരില്ല, തളരുകയാണ് ചെയ്യുക എന്നുള്ള ക്ലിയറാണ്. ചരിത്രമാണ് പറയുന്നത്, വസ്തുതയാണ് പറയുന്നത്. പരിശോധിക്കാം, എതിർവാദങ്ങളുണ്ടല്ലെങ്കിൽ ഉന്നയിക്കാം, കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പകരം കൊടുക്കാൻ ആകെ സംഭാവന എന്താ? ജീവിത നിഷേധം. ജീവിതത്തിന് ഒരർത്ഥമില്ല. അതുകൊണ്ട് എത്ര സമയം കിട്ടുന്നു അത്രയും ആസ്വദിച്ചോ എന്നുള്ള ചിന്ത. അത്രയും ആസ്വദിച്ചോ. ആ ആസ്വാദനത്തിന് എന്തൊക്കെ പെടും? പലതും പെടും. എന്തുകൊണ്ടാണ് മയക്കുമരുന്നുകൾ അപകടകരമാകുന്നത്? അവർക്കാകെ ധാർമ്മികതയ്ക്ക് എന്താ പ്രശ്നമുള്ളൂ? എന്ത് മാത്രമേ ഉള്ളൂ? മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ പറയാറുള്ള ഒരു ധാർമ്മികതയുടെ അടിത്തറ. അപ്പോഴോ മയക്കുമരുന്നുകൾ ആർക്കും പ്രയാസമില്ലല്ലോ. ആ കുടിക്കുന്ന ആൾക്ക് മാത്രമല്ലേ ഉള്ളൂ. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ചെയ്തോട്ടെ. അതേപോലെ തന്നെ പരസ്പരം സമ്മതമാണെങ്കിലുള്ള രതി. ഏതൊക്കെ തരത്തിലുള്ള രതി? ജന്തുരതി സമ്മതിക്കണം.
അതെ, ഹ്യൂമണിസ്റ്റുകൾ അഥവാ ഇവിടുത്തെ നാസ്തികന്മാർ പറയും ഞങ്ങൾ ഹ്യൂമണിസ്റ്റുകളെന്ന. പല സ്ഥലങ്ങളിലുമുള്ള ഹ്യൂമണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സമരത്തില. ചില രാജ്യങ്ങളിൽ ജന്തുരജി ബെസ്റ്റിയാലിറ്റി നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്, പാടില്ല, അത് സ്വാതന്ത്ര്യം എന്നാ പറയണത്. എനിക്കൊരു ജന്തുവുമായി രമിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നാണ്? അപ്പൊ കൺസെന്റ് ഇല്ലല്ലോ എന്നാണ് എതിർവാദം ഉന്നയിക്കുന്ന നാസ്തികന്മാരുടെ വാദം. കൺസെന്റ് ഇല്ലല്ലോ, അവിടെ നിന്ന് സമ്മതം കിട്ടിയിട്ടില്ലല്ലോ ജന്തുവിൻ്റെ അടുത്തുനിന്ന്. അപ്പൊ തിരിച്ചുള്ള ചോദ്യം എന്താണ്? സാധാരണ ജന്തുക്കൾക്ക് സമ്മതം കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ, അവിടെയും നിൽക്കണില്ല. അപ്പോൾ ജന്തുക്കൾക്ക് സമ്മതം കൊടുക്കണില്ലെങ്കിലും അവർക്ക് രണ്ടു കൂട്ടർ രതി ആസ്വദിക്കണുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ആ പഠന റിപ്പോർട്ട്, ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടാ. ഞാൻ നായയുമായി രമിച്ചു, അതിന് രതിമൂർച്ചയുണ്ടാകുന്നത് എനിക്ക് അനുഭവമുണ്ടായി. കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ആ ന്യായം പൊളിഞ്ഞു. ഞാൻ ഒറാങ്ങൊട്ടാങ്ങുമായി രമിച്ചു, അതിന് രതിമൂർച്ചയുണ്ടായതായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത് ശാസ്ത്രീയമായ പഠനങ്ങളാ. എങ്ങോട്ടാ കൊണ്ടുപോണേ? ശവരതി, നാക്രോഫിലിയ, ശവരതിക്ക് വേണ്ടി വാദിക്കുക. എന്താണ്? ശവമായി ഇനി ഏതായിരുന്നാലും അതിനെ കൊണ്ടൊരു ഉപകാരമില്ല, അതുകൊണ്ട് അവസാനമെങ്കിലും എനിക്ക് അതിനോടൊരു കാമമുണ്ടെങ്കിൽ അത് തീർക്കാൻ എനിക്ക് അവസരം വേണം എന്ന വാദത്തിന് എന്താ കുഴപ്പം? ആ ക്യാമ്പയിനിങ് എന്താണ്? ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കൾ മക്കളുമായും മക്കൾ മാതാപിതാക്കളുമായും സഹോദരങ്ങൾ പരസ്പരവുമെല്ലാമുള്ള ശാരീരിക ബന്ധം. എന്താ കുഴപ്പമെന്നാ ചോദ്യം. കേരളത്തിലെ പ്രമുഖനായൊരു യുക്തിവാദി തൻ്റെ മകനെയും മകളെയും വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ. സമയത്ത് നാട്ടുകാർ പോയാണ്ട് പറഞ്ഞു, നിങ്ങൾ യുക്തിവാദം പറഞ്ഞാണെന്നുള്ളി, നിങ്ങളത് ചെയ്താൽ ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ ഉണ്ടാവും, വാപ്പിയും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അത്ര ധൈര്യമുള്ളൂ. ഭയങ്കര വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ നോക്കുക, ആ വിപ്ലവത്തിൻ്റെ പ്രത്യേകത. ഒരു 10-15 കൊല്ലം മുമ്പ് ആ വിപ്ലവം പറഞ്ഞ ആളുകൾക്ക് ഇപ്പം പറയാൻ പറ്റൂല. അതിൻ്റെ ജനിതകമായ പ്രശ്നങ്ങൾ പുതുതായി നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. അവ 12 കൊല്ലം മുമ്പ് അത് ചെയ്തിരുന്നെങ്കിലോ? ഇതാണ് അവസ്ഥ ഓരോ രംഗത്തും.